ജൂൺ 12 അല്ലേ? ജൂൺ 12 ലോക ഫുട്ബോൾ മാമാങ്കത്തിന് മെക്സിക്കോയിൽ തുടക്കം കുറിച്ചു. മാമാങ്കം എന്ന് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കിട്ടുമല്ലോ. അല്ല, 12 വർഷം കൂടുമ്പോൾ മാമാങ്കം നടക്കുന്നു. ലോകകപ്പ് 4 വർഷം കൂടുമ്പോൾ. പക്ഷേ കലുഷിതമായ കാലഘട്ടം, അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പ്, അതുകൊണ്ടൊക്കെ ഇതിന് ഒരു യുദ്ധപരിവേഷം കൂടെ ഉണ്ടെന്നാണ് പറയാം. എന്തായാലും 16 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു ജൂൺ 12 മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക അരങ്ങേറ്റ മത്സരം ലോകകപ്പിൽ നടന്നു. ദക്ഷിണാഫ്രിക്ക ലോകകപ്പിൽ അന്ന് ശക്തരായ മെക്സിക്കോയെ ആതിഥേയരായ ദക്ഷിണാഫ്രിക്ക 1-1 സമനിലയിൽ പിടിച്ചു. ഷബലാലയുടെ ഗോളിൽ. അതിനുള്ളൊരു മധുര പ്രതികാരം കൂടെ ആയിരിക്കണം ഇന്ന് 2-0 മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ലോകകപ്പിന്റെ അരങ്ങേറ്റ മത്സരം ഗംഭീരാക്കി. മത്സരം തുടക്കം മുതൽ തന്നെ മെക്സിക്കോയുടെ സർവാധിപത്യമാണ്. മത്സരത്തിന്റെ 9 മിനിറ്റ് വരെ ദക്ഷിണാഫ്രിക്കയുടെ ഗോൾ കീപ്പർ, അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയേണ്ടതാണ്. എൻ്റെ പേരില്ല. അദ്ദേഹം 9 മിനിറ്റ് വരെ ആ മത്സരത്തെ ശക്തമായി പിടിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ 9ാമത്തെ മിനിറ്റിൽ തന്നെ കളി ആകെ തന്നെ മാറുകയാണ്. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഇന്നലെ പണിയെടുത്തത് ആ ഗോൾ കീപ്പറാണ്. പിന്നെ വേറൊരു 24 നമ്പർ താരം കൂടെ ഉണ്ടെന്നും അത് മാത്രമാണ് ഈ ടീമിൽ പണിയെടുത്തത്. വേറെ പണിയെടുത്തായിട്ട് എനിക്ക് തോന്നി. എന്നാൽ 9ാം മിനിറ്റിൽ യൂലിയൻ ക്വിനോനസ് അടിച്ച ഗോളിലൂടെ മത്സരം തുടങ്ങി. 9ാം മിനിറ്റിൽ മത്സരം തുടങ്ങി മീൻസ് വേൾഡ് കപ്പിന്റെ ഗോൾ വേട്ട തുടങ്ങി. ഈ വർഷം ഒരുപാട് ഗോളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ തുടക്കം തന്നെയായിരുന്നു അത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗോളായിപ്പോയി വേൾഡ് കപ്പിന്റെ തുടക്കത്തിലെ ഗോൾ. ആ ചങ്ങാതി ആ ഒരു ഗോൾ അടിച്ചല്ലാതെ വേറെ പണിയൊന്നും ഇന്നലെ എടുക്കുന്നിരിക്കുമെന്നുള്ള. അത് കഴിഞ്ഞൊരു പന്ത് ആകാശത്തൂടെ അടിച്ച് എയറിലേക്ക് എത്തിച്ചു. അത് പാസ് ചെയ്തിരുന്നെങ്കിൽ ചാൻസ് ഉള്ള ഗോളായിരുന്നു. അത് രണ്ടുമാണ് ആ ചങ്ങാതി ആകെ ചെയ്തത്. ക്വിനോനസ് അല്ലേ? ക്വിനോനസ്. പിന്നെ മത്സരം തുടക്കത്തിൽ തന്നെ നമുക്ക് പറയാറുണ്ട് ശക്തമായ പോരാട്ടം ഒന്നും അല്ലായിരുന്നെങ്കിലും 22 മിനിറ്റിനുള്ളിൽ തന്നെ 2 മഞ്ഞ കാർഡുകൾ റഫറിക്ക് പുറത്തിറക്കേണ്ടി വന്നു. റഫറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ബ്രസീലിയൻ റഫറി ആയിരുന്നല്ലേ, എന്താ ഗിൽഡൻ സമ്പായോ എന്നായിരുന്നു പേര്. പുള്ളി ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ. കരിപ്പന്റെ കാന്താരി. മത്സരത്തിന്റെ പ്ലെയർ ഓഫ് ദ മാച്ച് അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു. അതൊന്നും പറ്റില്ല. എന്തായാലും 2-0 മെക്സിക്കോ ജയിച്ചു. മെക്സിക്കോയിൽ അത്യാവശ്യം കുറേ പ്ലെയേഴ്സ് നന്നായിട്ട് പണിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. എന്നാൽ മെക്സിക്കൻ സ്റ്റേഡിയത്തിൽ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക മറ്റൊരു വിധത്തിൽ ജയിച്ചു. 1-നെതിരെ 2 ചുവപ്പ് കാർഡ് കണ്ടുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്ക ഇന്നലത്തെ മത്സരത്തിൽ ജയിച്ച് ആ വിധത്തിൽ ശ്രമിച്ചത്. അതിൽ ഈ 2ാമത്തെ ചുവപ്പ് കാർഡ് എനിക്ക് 84-ാം മിനിറ്റിൽ എന്താ ഇതിനൊരു തെമ്പെ സ്വാനിക്ക് കൊടുത്ത ചുവപ്പ് കാർഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റഫറിയോട് യോജിക്കുന്നുണ്ട്. കാരണം തെമ്പെ സ്വാനി പാസ് ചെയ്ത് കഴിഞ്ഞ് ഓടുമ്പോൾ ഒബ്സസ് ചെയ്യാണ് എതിർ ടീമിലെ കളിക്കാരൻ ചെയ്തത്. ആ ചെയ്ത സമയത്ത് കിട്ടിയ ഗ്യാപ്പിൽ സ്വാനി മോളേക്കിട്ട് ഒരു കുത്തു കൊടുത്തു. അടിക്കാണ് റെക്കോർഡ് വീണത്. പക്ഷേ കാർഡ് കൊടുക്കാമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അത് ഒബ്സഷൻ ചെയ്ത ആൾക്ക് ഒരു മഞ്ഞയും കൊടുത്തിട്ട് ഇയാൾക്ക് റെഡ് കൊടുത്തിരുന്നെങ്കിൽ അന്തസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര അത് പരിഹരിക്കാനാണെന്ന് തോന്നുന്നു. 90+2 അദ്ദേഹം മെക്സിക്കോയ്ക്ക് കൂടി ഒരു റെഡ് കാർഡ് കൊടുത്ത് മത്സരം ബാലൻസ് ചെയ്തു. സിസർ മൊണ്ടസിന് ഒരു റെഡ് കാർഡ് കൊടുത്തു. അത് ഷുവർ ഗോളായിരുന്നു തോന്നുന്നു. കാരണം പ്ലെയർ ഓടുന്നുകൊണ്ട് പാസ് ആ സമയത്ത് അത് റെഡ് കൊടുത്ത് ടാക്ടിക്കൽ ഫൗളായിരുന്നു. പക്ഷെ മെക്സിക്കൻ പ്ലെയറിന് മൊണ്ടസിനടുത്ത മത്സരം നഷ്ടമായി. അതാണ്. എന്തായാലും ഉദ്ഘാടന മത്സരം ഗോളുകൾ കൊണ്ട് ഗംഭീരമോ അട്ടിമറികൾ കൊണ്ട് സുന്ദരമോ അല്ലായിരുന്നുവെങ്കിലും മെക്സിക്കൻ ആരാധകർക്ക് അവരുടെ സ്റ്റേഡിയത്തിൽ, മെക്സിക്കൻ സിറ്റിയിലെ സ്റ്റേഡിയത്തിൽ തങ്ങളുടെ ടീം ആദ്യ മത്സരം ഗംഭീരമായി വിജയിച്ചു. 2ാമത്തെ ഗോൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. മത്സരത്തിന്റെ 67ാമത്തെ മിനിറ്റിൽ റൗൾ ഇമിനസ് അടിച്ച ഗോൾ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് തലപൊട്ടി തലച്ചോറ് വരെ പുറത്തു വന്ന ഒരു പ്ലെയർ. ആ തല കൊണ്ട് തന്നെ വേൾഡ് കപ്പിൽ 2ാമത്തെ ഗോൾ, വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗോൾ അദ്ദേഹം അടിക്കുകയുണ്ടായി. ആ ഗോൾ ഒരു മനോഹരമായ ഹെഡിങ് ഗോളായിരുന്നു. ഇന്നത്തെ മത്സരത്തിലെ മികച്ച ഗോൾ അത് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ശരി. പുള്ളി തലയിൽ സാധനം കിട്ടിയിട്ടാവുന്ന ഫുൾഹാമിന്റെ പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിന് തലയ്ക്കൊരു പരിക്കൊക്കെ പറ്റിയായിരുന്നു മത്സരത്തിനിടയ്ക്ക് വെച്ച്. അതൊക്കെ അതിജീവിച്ച് അദ്ദേഹം വന്ന് ഇന്നലെ റൗൾ ഇമിനസ്. അപ്പോൾ റൗൾ ഇമിനസിന്റെ ആ നിശ്ചയദാർഢ്യത്തിന് കൂടിയുള്ള മത്സരമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എനിവേ മെക്സിക്കോ 2 ഗോൾ വ്യത്യാസത്തിൽ 3 പോയിന്റുകൾ നേടി ഗ്രൂപ്പിൽ ഒന്നാമതായി തന്നെ